മോദി ഷാ നഡ്ഡേത്രയം ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ രാഷ്ട്രീയം നിർണയിക്കുന്നത് ഈ കൂട്ടുകെട്ടാണ്. ബി.ജെ.പിയുടെ നിലപാടുകളും സർക്കാരിന്റെ നയങ്ങളുമെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ അച്ചുതണ്ടിന്റെ ആശയവിനിമയത്തിലൂടെയായിരുന്നു. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം ഉണ്ടെങ്കിലും ഇവരിലൂടെയായിരുന്നു ബി.ജെ.പിയുടെ നയങ്ങളും നിലപാടുകളുമെല്ലാം പുറം ലോകം അറിഞ്ഞത്. ഓരോ സമയത്തും രാഷ്ട്രീയ ചർച്ചകൾ അനുകൂലമാക്കാൻ ഓരോ തന്ത്രങ്ങൾ ഇവർ പ്രയോഗിക്കും. അത് ചിലപ്പോൾ വർഗീയ നിലപാടുകളാകും, അല്ലെങ്കിൽ ചില നിയമനിർമ്മാണങ്ങളാകും. വിഷയങ്ങളിൽ അങ്ങേയറ്റത്തേക്ക് പോയുള്ള നിലപാടുകൾ സ്വീകരിക്കും. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ സാന്നിധ്യം സ്ഥിരമായി ഉറപ്പിക്കുവാൻ ഇവർ ഓരോരോ തന്ത്രങ്ങൾ പ്രയോഗിക്കും. കൂറുമാറ്റം, കുതികാൽ വെട്ട്, പണക്കൊഴുപ്പ്, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കലും അധികാരം പങ്കിടലുമൊക്കെ ഈ കൂട്ടുകെട്ടിലൂടെ ബി.ജെ.പിക്ക് സാധിച്ചു. എന്നാൽ അടുത്ത കാലത്തായി ഈ ത്രയത്തിന്റെ ശക്തി ക്ഷയിക്കുന്നുവോ, ഇവരുടെ തന്ത്രങ്ങൾ പാളുന്നുവോ? പല കോണുകളിൽ നിന്നും ഈ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. രണ്ട് സമകാലിക സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യം പ്രധാനമായും ഉയരുന്നത്. ഒന്ന്, ദില്ലിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നത്. മറ്റൊന്ന്, ബീഹാറിൽ ബി.ജെ.പി ദേശീയ അധ്യക്ഷന്റെ മണ്ഡലത്തിലുണ്ടായ ദയനീയ പരാജയം. ദില്ലിയിൽ സി.ജെ.പി നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളെ ഏകോപിപ്പിച്ച് നടത്തിയിരുന്ന സമരം ആദ്യം അവഗണിക്കാനായിരുന്നു ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചത്. എന്നാൽ സമരം ശക്തിപ്പെട്ടു വന്നതോടെ സമരത്തെ അടിച്ചൊതുക്കാനായിരുന്നു തീരുമാനം. അടിച്ചൊതുക്കുക എന്ന നയം തിരിച്ചടിച്ചതോടെ നയം വീണ്ടും മാറ്റി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യുവതലമുറയും ഒന്നടങ്കം എതിരായപ്പോഴായിരുന്നു നയം മാറ്റാൻ അവർ നിർബന്ധിതരായത്. അങ്ങനെ അനുനയ ചർച്ചകളിലേക്ക് എത്തി. എന്നാൽ അവിടെയും പാളി. ഒടുവിൽ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് മുന്നിൽ ആ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. 12 വർഷത്തിലാദ്യമായി ഒരു മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വന്നു എന്ന ഗതികേടായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ഉണ്ടായത്. ബി.ജെ.പിയെ സംബന്ധിച്ചും മോദി ഷാ നഡ്ഡ കൂട്ടുകെട്ടിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം. ബി.ജെ.പി നേതാക്കളുടെ മക്കൾ വരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ കൊള്ളക്കം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അത് സൃഷ്ടിക്കുകയും ചെയ്തു. ഒടുവിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോവുമായി പ്രധാനമന്ത്രി കടന്നു വന്നെങ്കിലും ഇതുവരെ ഡാമേജ് കൺട്രോളിലേക്ക് എത്തിയിട്ടില്ല. അതിനിടയിലാണ് ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിയെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ജെ.പി നഡ്ഡയുടെ പകരക്കാരനായി പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബിൻ എന്ന ബീഹാറുകാരനെയായിരുന്നു ഇവർ നിശ്ചയിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ അധികമൊന്നും പരിചയമില്ലാതിരുന്ന നിതിൻ നബിനെ കൊണ്ടുവന്നത് ഈ ത്രയത്തിന്റെ ആസൂത്രണത്തിലൂടെയായിരുന്നു എന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. ബീഹാറിലെ എം.എൽ.എ ആയിരുന്നു നിതിൻ നബിൻ. മണ്ഡലം രൂപീകരിച്ചതു മുതൽ 20 വർഷമായി ബങ്കിപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഏക എം.എൽ.എ ആണ് നിതിൻ നബിൻ. അവസാന തെരഞ്ഞെടുപ്പിൽ 1,00,000-ലേറെ വോട്ടിന് നിതിൻ നബിൻ ജയിച്ച മണ്ഡലമാണ് ബങ്കിപ്പൂർ എന്ന് ഓർക്കണം. 59% മുതൽ 72% വരെ വോട്ടാണ് ബി.ജെ.പി ഈ മണ്ഡലത്തിൽ നേടിയിട്ടുള്ളത്. ഡീലിമിറ്റേഷനു മുമ്പ് പട്ന വെസ്റ്റിന്റെ ഭാഗമായിരുന്നു ബങ്കിപ്പൂർ. 95 മുതൽ പട്ന വെസ്റ്റും ബി.ജെ.പിയുടെ കോട്ട. 95 മുതൽ നിതിൻ നബിന്റെ പിതാവായ നബിൻ കിഷോർ പ്രസാദ് സിൻഹ എന്ന ബി.ജെ.പി നേതാവായിരുന്നു പട്നയിലെ എം.എൽ.എ. 2006 ഉപതെരഞ്ഞെടുപ്പിൽ നിതിൻ നബിൻ വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 82% അത്രയും വലിയ ബി.ജെ.പി സ്ട്രോങ് ഹോൾഡ്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഏത് കുറ്റിച്ചൂല് നിർത്തിയാലും ജയിക്കാവുന്ന മണ്ഡലം. നഗര കേന്ദ്രീകൃത മണ്ഡലമാണ് ബങ്കിപ്പൂർ. ഏറെയും ഇടത്തരം കുടുംബങ്ങൾ അധിവസിക്കുന്ന മണ്ഡലം. ബി.ജെ.പി അഖിലേന്ത്യാ പ്രസിഡന്റായതോടെ നിതിൻ നബിൻ എം.എൽ.എ സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലേക്ക് മത്സരിച്ചു. അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതാകട്ടെ വിദ്യാർത്ഥി പ്രക്ഷോഭം തെളിച്ചു മറയുന്ന കാലഘട്ടത്തിലും. ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്നു ബി.ജെ.പി. ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന അഹങ്കാരം. നിതിൻ നബിൻ തന്നെ പ്രചരണം നയിച്ചു. എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ അലയൊലികളുടെ പൾസ് മനസ്സിലാക്കിയ പ്രശാന്ത് കിഷോർ മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതോടെ ചിത്രം മാറി. നഗരമണ്ഡലം
ഇടത്തരം കുടുംബങ്ങൾ, ജെൻസി വോട്ട്. ഇതായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ നോട്ടം. മോദിക്ക് തന്ത്രങ്ങൾ ഒരുക്കി തുടങ്ങിയ പ്രശാന്ത് കിഷോർ ഇവിടെ മോദിയെ തളക്കാനുള്ള തന്ത്രങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായ പ്രചരണമായിരുന്നു പ്രശാന്ത് കിഷോർ നടത്തിയത്. ഒരു ഹൈടെക് പ്രചരണ രീതി തന്നെ. ഒടുവിൽ ഫലം വന്നപ്പോൾ 19,324 വോട്ടിന്റെ വമ്പൻ വിജയം. 49.23% വോട്ടാണ് പ്രശാന്ത് കിഷോർ നേടിയത്. ബിജെപിയുടെ വോട്ട് വിഹിതം 34.4 കുത്തനെ കുറഞ്ഞു. 2025 നിതിൻ തമ്പിന് ലഭിച്ചത് 98,299 വോട്ടായിരുന്നു. 2026 ഉപതെരഞ്ഞെടുപ്പിൽ അത് 44,827 കുറഞ്ഞു. ജനം ബിജെപിക്കെതിരെ ശക്തമായി നിലകൊണ്ടു. ബിജെപി വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി. ശക്തി കേന്ദ്രത്തിലെ ഈ പരാജയം ബിജെപി നേതൃത്വത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. 2029 തെരഞ്ഞെടുപ്പുകളെല്ലാം ഒന്നിച്ച് എന്നതാണ് മോദി ഷാ നഡ്ഡ ത്രയത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ആ ബില്ല് പാസാക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇവർ രംഗത്തുണ്ട്. പ്രതിപക്ഷ കക്ഷികളെ പിളർത്തിയും അവരുടെ എംപിമാരെയും MLA-മാരെയും ചാക്കിട്ട് പിടിച്ചും ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഇവർ. എന്നാൽ അതിനിടയിലാണ് ഈ തുടർ പരാജയങ്ങൾ ഇവരെ വേട്ടയാടുന്നത്. 2027 മാർച്ചിലാണ് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിൽ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം പ്രതിപക്ഷം നടത്തിയതാണ്. കർഷക സമരത്തിന്റെ അലയൊലികളായിരുന്നു അന്ന് UP-യെ സ്വാധീനിച്ചത്. അതുപോലെ സ്വാധീനിക്കാനുള്ള വിഷയങ്ങൾ ഇത്തവണയുമുണ്ട്. ഒരു ഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം, മറുഭാഗത്ത് രാം മന്ദിർ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. ഈ രണ്ട് വിഷയങ്ങളും UP-യുടെ ജനവിധിയെ നന്നായി സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ഇതിനെ മറികടക്കുക എന്നത് BJP-യെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഘടകം തന്നെയാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ നിര കൂടുതൽ ഐക്യപ്പെട്ടാൽ അത് തങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് BJP നേതൃത്വത്തിന് നന്നായി അറിയാം. CJP ഉൾപ്പെടെയുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ എന്ത് തന്ത്രകുതന്ത്രങ്ങളും ഈ സഖ്യം ആസൂത്രണം ചെയ്യും. എന്നാൽ പാണ്ഡൻ നായിയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കൂട്ടുകെട്ടിന്റെ ആസൂത്രണങ്ങളൊന്നും പൂർണ്ണമായും ഫലിക്കണമെന്നുമില്ല.